യൂണിവേഴ്സിറ്റി LGS എക്സാമുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന 2022 നോട്ടിഫിക്കേഷൻ വന്ന 2023 പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞ 2024 മെയിൻസ് പരീക്ഷയ്ക്ക് ശേഷം നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾക്കും 70-നും 75-നും മുകളിൽ മാർക്ക് വാങ്ങിക്കാനായി കഴിഞ്ഞ ഈ ഒരു യൂണിവേഴ്സിറ്റി LGS എക്സാമിൽ എന്താണ് നടന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി LGSുമായി എക്സാമുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കോടതിയിൽ ഒരു കേസ് പോകാനുള്ള, ഒരു പെറ്റീഷൻ പോകാനുള്ള കാര്യം എന്താണ്, നിലവിലെ ഈ ലിസ്റ്റിന്റെ അവസ്ഥ എന്താണെന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി LGS എക്സാം എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇഷ്യൂ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ട് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ കമന്റ് ബോക്സിൽ കമന്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് തന്നെ കടക്കാം. യൂണിവേഴ്സിറ്റി LGSുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രശ്നം ആരംഭിക്കുന്നത് ഇതിന്റെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് യൂണിവേഴ്സിറ്റി LGS എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 7th പാസ്, അതുപോലെ തന്നെ ഡിഗ്രി ഉണ്ടാവാനായി പാടില്ല. മനസ്സിലായല്ലോ, 7th പാസ് ആയിരിക്കണം, ഡിഗ്രി ഉണ്ടാവാനായി പാടില്ല. പക്ഷേ യൂണിവേഴ്സിറ്റികളിൽ ഈ പറയുന്ന ജോലി കിട്ടുന്ന യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി ഉണ്ടാവാനായി പാടില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ലൂപ്പ് ഹോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ 7 പേരടങ്ങുന്ന ഒരു സംഘം എന്ത് ചെയ്യാണ്, യൂണിവേഴ്സിറ്റി LGS എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ എന്ന് പറയുമ്പോൾ 2022 അവസാനത്തോടു കൂടി തന്നെ അവർ പെറ്റീഷൻ കൊടുക്കുകയാണ് കോടതിയിൽ. എന്ന് പറഞ്ഞാൽ തങ്ങൾക്കും പരീക്ഷ എഴുതാനായിട്ട് കഴിയണം, അല്ലെങ്കിൽ പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന ക്വാളിഫിക്കേഷന്റെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്കും പരീക്ഷ എഴുതാനായിട്ടുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അവരും പെറ്റീഷന് വേണ്ടി കൊടുക്കുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഇവിടെ നടക്കുന്നത് ഒരു കള്ളക്കളിയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ലാതില്ല. കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിലേക്ക് LGS ജീവനക്കാരെന്ന് പറയുന്നത് നിലവില് നല്ലൊരു ശതമാനവും താൽക്കാലിക ജീവനക്കാരാണ്. നമുക്കറിയാം 10 വർഷം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഈ പറയുന്ന താൽക്കാലിക ജീവനക്കാര് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 വർഷം ആകുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും, സ്ഥിരപ്പെടാനുള്ള സാധ്യതയാണ്, സ്ഥിരപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിപ്പോൾ ഉള്ളത്, അല്ലെ? അപ്പോ ഈ പറയുന്ന താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കമാണോ എന്നുള്ള കാര്യത്തിലും സംശയമില്ലാതില്ല. കാരണം ഒരുപാട് പേര് ഇപ്പൊ 10 വർഷം തികയുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന കോടതിയിലെ ഈ പറയുന്ന കേസ് അല്ലെങ്കിൽ പെറ്റീഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ ലിസ്റ്റ് അഥവാ ക്യാൻസൽ ആയാൽ വിധി വന്ന ശേഷം വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വന്ന് വീണ്ടും ഒരു പ്രിലിംസും വീണ്ടും ഒരു മെയിൻസും കഴിഞ്ഞ ലിസ്റ്റ് വരുമ്പോൾ എന്തായാലും 2 വർഷത്തിന് മുകളിൽ അല്ലെങ്കിൽ 3 വർഷം ആകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു പീരീഡ് കൊണ്ട് മാക്സിമം ആൾക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള പരിപാടിയാണോ എന്നുള്ള കാര്യത്തിലും ഡൗട്ട് ഇല്ലാതില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി LGSുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, നമുക്കറിയാം 10 ക്വാളിഫിക്കേഷനുള്ള ഒരുപാട് പേരുണ്ട്, +2 പോലും ഇല്ലാതെ 10ന്റെ ക്വാളിഫിക്കേഷനുള്ള ഒരുപാട് പേരുണ്ട്. അവർ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി, പാർട്ട് ടൈം ജോലി ആയിരിക്കും, ഈ ജോലിയുടെ ഇടയിൽ ഇരുന്ന് പഠിച്ച് അങ്ങനെ ഒരുപാട് പേര് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി LGS എക്സാമിൽ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. അവരുടെയൊക്കെ വയറ്റത്തടിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ഈ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ഈ പറയുന്ന 7 പേര് കൊടുത്ത കേസ് ജെന്യുവിൻ ആണെന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബാക്കിയുള്ള വിഷയങ്ങളൊന്നും ഇല്ല, ജെന്യുവിൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ അവകാശവും നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. കാര്യം ക്വാളിഫിക്കേഷനിലും പ്രശ്നമുണ്ട്. ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും കൃത്യമായിട്ട് അതിന്റെ സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷനിലും ഈ പറയുന്ന സ്ഥാപനങ്ങളുടെയും PSCയുടെയും ക്വാളിഫിക്കേഷനും കറക്റ്റ് ആണോ എന്നുള്ള കാര്യം കൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കാത്തതിന്റെ ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റി LGS എക്സാമിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഈ കേസിന്റെ ഫൈനൽ ഹിയറിംഗ് വരാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് പകുതിയോടുകൂടിയാണ്. ഓക്കെ, അപ്പൊ ഓഗസ്റ്റ് പകുതി ആകുമ്പോഴത്തേക്കുമേ നമുക്ക് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി LGSന്റെ ലിസ്റ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാനായിട്ട് പോകുന്നുള്ളൂ. എന്ത് തന്നെ ആയാലും ചാൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി LGSന്റെ ലിസ്റ്റ് ഇല്ലാതാവുന്നതിനുള്ള സാധ്യതകൾ തന്നെയാണ് കൂടുതൽ. കാര്യം എന്താ പറഞ്ഞാൽ ഇതുവരെയുള്ള ഹിയറിംഗിന്റെ ഇടയിൽ, എന്നുവെച്ചാൽ ഇതുവരെയുള്ള ഹിയറിംഗിൽ അവർക്ക് അനുകൂലമായിട്ടായിരുന്നു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള സോഴ്സുകളിലൂടെ അന്വേഷിച്ചപ്പോഴും നമുക്ക് അത് തന്നെയാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. അപ്പൊ എന്ത് തന്നെ ആയാലും നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ LGS പരീക്ഷ എഴുതിയിട്ട് LDC പരീക്ഷയ്ക്കൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഈ പറയുന്ന ലിസ്റ്റ് അല്ലെങ്കിൽ കോടതിയുടെ വിധിയാണ് എല്ലാം, PSCയുടെ തീരുമാനം പോലും അല്ല, കോടതിയുടെ വിധിയെ ബേസ് ചെയ്തിട്ട് LGSന്റെ ലിസ്റ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവത്തുള്ളൂ.
പക്ഷെ നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന രണ്ട് വാതിലുകൾ നിങ്ങൾ കാണാതെ പോകരുതെന്നുള്ള കാര്യമേ പറയാനുള്ളൂ. ഒന്നെന്ന് പറയുന്നത് LDC, മറ്റൊന്ന് LGS. LDC എക്സാം എത്തിപ്പോയി, LGSും അതുപോലെ എത്തിപ്പോയി. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി LGSൽ നല്ല മാർക്ക് വാങ്ങിച്ചു, നിങ്ങൾക്കതിൽ ദേഷ്യമുണ്ട്, പ്രതിഷേധമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ദയവ് ചെയ്ത് അതിൻ്റെ പുറകിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് മൈൻഡ് അങ്ങ് കൊടുക്കാതെ നിലവിൽ ഫ്രണ്ടിലുള്ള ഈ രണ്ട് ഡോർ കൂടി നിങ്ങൾ കാണാതെ പോകരുതെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. കാര്യം പരീക്ഷ എഴുതിയവർക്ക് എനിക്കറിയാം അതിന്റെ ദണ്ണം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും. പരീക്ഷ എഴുതി ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നാൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നല്ല രീതിയിൽ ബാധിക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ പറയുന്ന ഈ പറയുന്ന രണ്ട് ചാൻസ് കൂടി നിങ്ങൾ കാണാതെ പോകരുത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, പറ്റുന്നവർ ദയവ് ചെയ്തിട്ട് ഇനിയുള്ള സമയം വരുന്ന LGSനും LDCക്കും വേണ്ടിയിട്ട് കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് കൂടി കൊടുക്കുക കേട്ടോ. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത്, ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ വേറെ വഴിയില്ലാതെ പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വന്നെത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതിഷേധം നിങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അധികാരികളിലേക്ക് എത്തിക്കുക, അത് അധികാരികളിലേക്ക് അറിയിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു അനാസ്ഥ, അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിന് അനാസ്ഥയാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാം എന്താണ് ഇതിന്റെ ബാക്കിൽ നടക്കുന്ന കള്ളക്കളികൾ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ബോധ്യം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ പറയുന്ന ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു തത്രപ്പാടാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതിപ്പോ സർക്കാരായാലും PSC ആയാലും ഈ കാണിക്കുന്നത് എന്താണ്, ഈ പറയുന്ന താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള പരിപാടി ആണെന്നുണ്ടെങ്കിൽ കാണിക്കുന്നത് ശുദ്ധ വൃത്തികേടാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം എന്ന് പറയുന്നത് താൽക്കാലികക്കാർക്ക് എന്ന് പറയുമ്പോൾ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് അതിനുള്ള എന്ത് ക്വാളിഫിക്കേഷൻ ആണുള്ളത്. പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നവർ മണ്ടന്മാരാണോ എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. അഥവാ നിങ്ങൾ എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളി നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന രണ്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഏകദേശം 2000-ഓളം വരുന്ന ഉദ്യോഗാർത്ഥികളുടെ കുടുംബത്തെയും അതുപോലെ തന്നെ അവരെയും അവരുടെ കുടുംബത്തെയും ചതിക്കുന്നതിന് തുല്യമാണെന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി LGSൽ ഇപ്പോൾ നടന്നിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ദയവ് ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് അധികാരികളും അതുപോലെ തന്നെ മുൻനിര വാർത്താ മാധ്യമങ്ങളും വേണ്ട ശ്രദ്ധ കൊടുത്ത് കോടതിയിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ എത്തിക്കുക. ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് വാർത്ത, ഇതാണ് സത്യാവസ്ഥ. ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള ന്യൂസ് നമുക്ക് അറിയാനായിട്ട് കഴിയുക ഓഗസ്റ്റിലായിരിക്കും. ഓഗസ്റ്റ് അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ഓഗസ്റ്റ് പകുതിയോടുകൂടി ആകുമ്പോഴേ നമ്മുടെ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ജഡ്ജ്മെന്റ് വരത്തുള്ളൂ. അപ്പോൾ കോടതിയുടെ വിധി അനുസരിച്ചിട്ടായിരിക്കും ഈ പറയുന്ന യൂണിവേഴ്സിറ്റി LGSന്റെ ലിസ്റ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുക. അപ്പോൾ എന്തായാലും മുന്നിൽ തുറക്കാൻ സാധ്യതയുള്ള വഴികൾ നിങ്ങൾ കാണാതെ പോകരുത്. ഒരു വഴി അടഞ്ഞു എന്ന് വിചാരിച്ച് ആ വഴി നോക്കി കരഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ കരയാൻ മാത്രമേ പറ്റത്തുള്ളൂ. ആ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ഈ വിവരം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അതുപോലെ തന്നെ മുൻനിര വാർത്താ മാധ്യമങ്ങളിലേക്ക് കൂടി എന്ത് ചെയ്യുക, എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.